തുടർച്ചയായ 10ാം തവണയും ആജ്ഞ വിഷ്ണുവിനെ വിളിച്ചു. പക്ഷെ മറുപടി ഒന്നും ഉണ്ടായില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവനെ വിളിക്കുന്നത്. നേരിട്ട് കാണുവാൻ കഴിഞ്ഞുമില്ല. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഈ കോഫി ഹൗസിൽ വെച്ചാണ് അവരെ ആദ്യമായി കാണുന്നത്, പരിചയപ്പെടുന്നത്. പക്ഷെ ഇപ്പോ എല്ലാത്തിൻ്റെയും അവസാനം ഇവിടെ വെച്ചാകുമോ? എനിക്കൊട്ടും വയ്യ. കാൽപാദം നിലത്തുറയ്ക്കുന്നില്ല. കൈകൾക്കാണെങ്കിൽ വല്ലാത്ത ബലക്കുറവ് പോലെ. ഡോക്ടറോട് ഒരുപാട് കെഞ്ചി അപേക്ഷിച്ചിട്ടാണ് പുറത്തു പോകാൻ സമ്മതിച്ചത്, അതും അവനെ കാണാൻ. എന്നിട്ടോ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അവനെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചത്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എത്ര നാളിങ്ങനെ. അവൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒരു മെസ്സേജെങ്കിലും അയച്ചിരുന്നെങ്കിൽ. അവൾ പതിയെ മേശയിൽ തലച്ചായ്ച്ചു കിടന്നു. മനസ്സിൽ ഒരുപാട് തവണ ആജ്ഞ വിഷ്ണുവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണുകൾ പതിയെ അടഞ്ഞ് അവൾ നിശ്ചലമായി. അവനെ അറിഞ്ഞ അവളും, അവളെ അറിയാതെ പോയ അവനും.